Hello friends. ഇന്ന് നമ്മൾ C പ്രോഗ്രാമിൽ നോക്കുന്നത് സം ഓഫ് വൺ ഡയമെൻഷണൽ അറേ എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് അറേസ് റീഡ് ചെയ്തിട്ട് ആ അറേ എങ്ങനെ നമുക്ക് സം ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ വൺ ഡയമെൻഷണൽ അറേൻ്റെ സമ്മാണ് കാണുന്നത്. അപ്പോൾ അതിനായിട്ട് എന്ത് വേണം, രണ്ട് നമ്മളിപ്പോൾ ഇതിൽ നോക്കുന്ന അറേ ഡിക്ലറേഷൻ, അറേൻ്റെ നെയിം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ നോക്കി. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, രണ്ട് വൺ ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റ് എ ഓഫ് 10 എന്ന് പറഞ്ഞ സൈസിൽ എത്ര സൈസ് വേണ്ടിച്ചത് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറേയും കൂടി നമ്മൾ ഡിക്ലെയർ ചെയ്തു. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സി ഈക്വൽ ടു അല്ലെങ്കിൽ സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു അറേയും കൂടി നമ്മൾ ഡിക്ലെയർ ചെയ്തു. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ അറേയിലേക്ക്, അറേ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ഡാറ്റ ടൈപ്പിലുള്ള ഒരു അറേ നെയിം ഉണ്ടായിരിക്കും, അതിൻ്റെ സൈസ് ഉണ്ടാവും. അപ്പോൾ ഈ സൈസിൽ നമ്മൾ ഈ ഡാറ്റ ടൈപ്പിൽ അടങ്ങിയിട്ടുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു വൺ ഡയമെൻഷണൽ അറേ അപ്പോൾ അതിൻ്റെ ഇത് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 3 വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേൻ്റെ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോ 0 എന്നും ഫസ്റ്റ് കോളം 00 എന്ന് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ. അടുത്ത കോളത്തിൻ്റെ ഇത് വരുന്നത് 0 1 വരും, 0 2 എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാല്യൂസ് ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്ത് വേണം, അപ്പോൾ ഇതേമാതിരി 3 അറേസ് നമ്മൾ എന്ത് ചെയ്യുക, ഡിക്ലെയർ ചെയ്തു. അതിലേക്ക് എന്ത് ചെയ്യുക, എയിലും ബിയിലേക്ക് നമ്മൾ ഒരു ലൂപ്പ് ഉപയോഗിച്ച് നമ്മളെ വാല്യൂസ് റീഡ് ചെയ്തു. അപ്പോൾ പിന്നെ അതിന് ശേഷം എന്ത് ചെയ്തു, സി എന്ന് പറഞ്ഞ അറയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ റിസൾട്ട് സ്റ്റോർ ചെയ്തു. അപ്പോൾ നമുക്ക് വൺ ഡയമെൻഷണൽ അറേ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, ഓരോ കോളത്തിൻ്റെ അഡ്രസ്സ് മാത്രം വെച്ചിട്ട് നമുക്കിത് ആക്സസ് ചെയ്യാം. ഉണ്ടോ, എ ഓഫ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റത്തെ എലമെൻറ്റും, എ ഓഫ് 1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെൻറ്റും, എ ഓഫ് 2 എന്ന് പറഞ്ഞാൽ അറേൻ്റെ തേർഡ് എലമെൻറ്റും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അറേൻ്റെ വാല്യൂസ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ്. അപ്പോൾ ഇതുമാതിരി 3 അറേസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, വാല്യൂസ് എന്ത് ചെയ്യുക, നമുക്ക് റീഡ് ചെയ്യാം. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് തമ്മിൽ എന്ത് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്തിട്ട് വേറെ ഒരു അറയിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്തതിന് ശേഷം ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ റിസൾട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള അറേ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഒരു പ്രോഗ്രാം എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളെ gedit ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടിയിട്ടുള്ള വേരിയബിൾ ഫസ്റ്റ് നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുക. ഇൻറ്റ് എ ഓഫ് 10 ഡിക്ലെയർ ചെയ്തു. പിന്നെ അതിന് ശേഷം നമ്മൾ അടുത്ത അറേ എ ഓഫ് ബി ഓഫ് 10 ഡിക്ലെയർ ചെയ്തു. അതിന് ശേഷം നമുക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സി ഓഫ് 10 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഇതിൻ്റെ സൈസ് എന്ന് വെച്ചാൽ ഒരു അറേൻ്റെ സൈസ് എന്ത് ചെയ്യുക, നമ്മൾ റീഡ് ചെയ്യുക. അപ്പോൾ ഒരു അറേൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഈ 3 അറേക്കും സെയിം സൈസ് എന്ന് വെച്ചാൽ വാല്യൂസിൻ്റെ എണ്ണം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതേ സൈസിലായിരിക്കും എന്ത് സിയിൽ റിസൾട്ടും സേവ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇതിൻ്റെ സൈസിന് വേണ്ടിയിട്ട് നമ്മളൊരു വേരിയബിൾ കൊടുക്കുക, n കൊടുക്കുക.
അതിനുശേഷം നമ്മൾ സ്കാനഫ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ സൈസ് ഒന്ന് റീഡ് ചെയ്യാം. %d അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് അറേ റീഡ് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഫസ്റ്റ് അറേ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് അറേ വാല്യൂ അങ്ങനെ ഇതൊക്കെ കൊടുക്കാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുക. ഫോർ ലൂപ്പിന് വേണ്ടിയിട്ടുള്ള നമ്മൾ വേരിയബിൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യാം. ലെസ് ദാൻ 5 എന്ന് കൊടുക്കാം. i++ എന്ന് കൊടുത്തു. സ്കാൻ നമ്മളെ ഫസ്റ്റ് അറേക്ക് ആയതുകൊണ്ട് a(5) എന്ന് കൊടുക്കാം. ഇതെന്താ വെച്ചാൽ ഫോർ i = 0 ആയതുകൊണ്ട് നമ്മൾ i <n എന്ന് കൊടുത്തു. അപ്പോൾ എന്താ വെച്ചാൽ i 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് അറേൻ്റെ ഫസ്റ്റ് വാല്യൂ വരുന്നത് a(0) എന്നാണ്. അപ്പോൾ a(5) പിന്നെ 3 n-ൻ്റെ വാല്യൂ 3 ആണ് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ ഇത് 3 ആവുന്ന സമയത്ത് ഈ ലൂപ്പിൽ നിന്ന് എന്ത് ചെയ്യും, ഇത് എക്സിറ്റ് ചെയ്യും. അതുവരെ എന്ത് ചെയ്യും, ഈ സ്കാനഫ് നമ്മൾ 3 വാല്യൂസ് റീഡ് ചെയ്യും. ഫസ്റ്റ് വാല്യൂ i-ൻ്റെ 0, i-ൻ്റെ 1, 2, പിന്നെ 3 ആകുമ്പോൾ ഇതൊന്ന് എക്സിറ്റ് ചെയ്യും. അപ്പോൾ 3 വാല്യൂസ് ഇത് റീഡ് ചെയ്തു. അതേമാതിരി തന്നെ എന്ത് ചെയ്യുക, നമ്മൾ c എന്ന് പറഞ്ഞാൽ b എന്ന് പറഞ്ഞ അറേക്ക് സെക്കൻഡ് അറേയും കൂടി റീഡ് ചെയ്യും. ഇനി നമ്മൾ ഇതെന്ത് ചെയ്യാം, ഇതിൻ്റെ സമ്മ് കാണാം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇത് പ്രിൻ്റ് ചെയ്യിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ലൂപ്പ് ഒന്നുകൂടി എഴുതി ഇതിൻ്റെ അകത്ത് c(i) = അപ്പോൾ ഇതെന്താ വെച്ചാൽ എയിലെ ഫസ്റ്റ് വാല്യൂവും ബിയിലെ ഫസ്റ്റ് വാല്യൂ എടുത്തതിന് ശേഷം അത് ആഡ് ചെയ്തിട്ട് c എന്ന് പറഞ്ഞ അറേൻ്റെ അകത്തേക്ക് നമ്മളത് c(0) = a(0), b(0) പറഞ്ഞിട്ട് അതിലെ ഫസ്റ്റ് വാല്യൂസ് പ്ലസ് ചെയ്തിട്ട് സിയിലത്തെ ഫസ്റ്റ് വാല്യൂ ആയിട്ട് സേവ് ചെയ്യും. അതേമാതിരി തന്നെ സെക്കൻഡ് വാല്യൂ എടുത്തിട്ട് അതിൻ്റെ വാല്യൂ 1 ആവുന്ന സമയത്ത് സെക്കൻഡ് വാല്യൂ എടുക്കുന്നു, സിൻ്റെ വാല്യൂ 3 ആവുന്ന സമയത്ത് തേർഡ് വാല്യൂ എടുക്കുന്നു. അങ്ങനെ എത്രയാണോ നമ്മൾ n കൊടുത്തിട്ടുള്ളത് വെച്ചാൽ അതുവരെ എന്ത് ചെയ്യും, ഈ ലൂപ്പ് വർക്ക് ചെയ്യും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇത് പ്രിൻ്റ് ചെയ്യിക്കാം.
അപ്പോൾ ഇതാണ് ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ അറേൻ്റെ സൈസ് റീഡ് ചെയ്തു, പിന്നെ ഫസ്റ്റ് അറേ നമ്മൾ റീഡ് ചെയ്തു, സെക്കൻഡ് അറേ റീഡ് ചെയ്തു, അതിന് ശേഷം എന്ത് ചെയ്തു, രണ്ട് അറേസത്തെ ഫസ്റ്റ് വാല്യൂസ് എടുത്ത് അങ്ങനെ ഓരോ സ്റ്റെപ്പിൽ നമ്മൾ ഓരോ വാല്യൂസ് എടുത്തിട്ട് സി എന്ന് പറഞ്ഞ അറേയിലേക്ക് സേവ് ചെയ്തു. അതിന് ശേഷം എന്ത് ചെയ്തു, സി എന്ന് പറഞ്ഞ് ഇതിൻ്റെ രണ്ട് അറേൻ്റെ സം എന്ത് ചെയ്തു നമ്മൾ പ്രിൻ്റ് ചെയ്തു. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം നമുക്ക് കമ്പൈൽ ചെയ്തിട്ട്. GCC എന്ന് പറഞ്ഞ കമ്പൈലർ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാമിൻ്റെ സം ഓഫ് അറേ ഡോട്ട് സി എന്ന് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഒബ്ജക്റ്റ് ഫയലായിട്ട് കൊടുത്തു. ഇതിലിപ്പോൾ എറേഴ്സ് ഒന്നുമില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുത്തത് അറേൻ്റെ സൈസാണ്. അപ്പോൾ അറേൻ്റെ സൈസ് കൊടുക്കാം. അപ്പോൾ എൻ്റർ ഫസ്റ്റ് അറേ എന്ന് കൊടുക്കും, അതിൻ്റെ വാല്യൂസ് നമ്മൾ കൊടുക്കാം. നമ്മൾ 4 കൊടുത്തു, 2 കൊടുത്തു, 1 കൊടുത്തു. പിന്നെ സെക്കൻഡ് അറേൻ്റെ വാല്യൂസ് കൊടുക്കാം. നമ്മൾ 2 കൊടുത്തു, 3 കൊടുത്തു, 8 കൊടുത്തു. അപ്പോൾ നമ്മൾ സം ഓഫ് അറേസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ വാല്യൂ 4ഉം 2ഉം കൂടി ആഡ് ചെയ്തിട്ട് 6 എന്ന് പറഞ്ഞു, 2ഉം 3ഉം ആഡ് ചെയ്തിട്ട് 5 വന്നു, 1ഉം 8ഉം ആഡ് ചെയ്തിട്ട് 9 വന്നു. ഇങ്ങനെയാണ് നമ്മൾ രണ്ട് അറകൾ തമ്മിൽ ഇത് ഒന്ന് ഇതാക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഒരു സ്ലാഷ് തന്നെ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ലാഷിന് കൊടുക്കുക, ഓരോ വാല്യൂസും എൻ്റർ ചെയ്ത് കറക്റ്റായിട്ട് കാണാം. സ്ലാഷിന് കൊടുക്കുക, സെക്കൻഡ് അറേന്ന് കൊടുത്ത് സ്ലാഷിന് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ പ്രിൻ്റ് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. GCC അപ്പോൾ നമ്മൾ അറേൻ്റെ സൈസ് ഒരു 4 കൊടുത്തു. ഫസ്റ്റ് എലമെൻറ്റ് 4, സെക്കൻഡ് അറേയിലുള്ള വാല്യൂസിൽ ഫസ്റ്റത്തെ A of 0 എന്ന് പറഞ്ഞ വാല്യൂവും B of 0 എന്ന് പറഞ്ഞ വാല്യൂ ആഡ് ചെയ്തിട്ട് C of 0 എന്ന് പറഞ്ഞിട്ട് ഇതിൽ സ്റ്റോർ ചെയ്തു. അത് നമ്മൾ എന്ത് ചെയ്തു, പ്രിൻ്റ് ചെയ്യിച്ചു. അതേമാതിരി തന്നെ സെക്കൻഡ് വാല്യൂ എടുത്തിട്ട് 7 പ്രിൻ്റ് ചെയ്യിച്ചു. അതേമാതിരി തന്നെ തേർഡ് വാല്യൂ സെക്കൻഡ് അറേയിലുള്ള തേർഡ് വാല്യൂസും എടുത്തിട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ അറേൻ്റെ സൈസ് 4 എന്നാണ് കൊടുത്തത്. അപ്പോൾ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അറേൻ്റെ ഫസ്റ്റ് വാല്യൂ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ I less than n കൊടുത്തു. അപ്പോൾ 3 ആണ് 4 ആണെന്ന് കൊടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ വാല്യൂ 3 വരെ എന്ത് ചെയ്തു, ഈ ലൂപ്പ് വർക്ക് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് അറേത്തെ വാല്യൂസ് എന്ത് ചെയ്തു, റീഡ് ചെയ്തു. അതേമാതിരി തന്നെ സെക്കൻഡ് അറേത്തെ വാല്യൂസ് റീഡ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ 3 അറേസ് ഇവിടെ ഡിക്ലെയർ ചെയ്തു. പിന്നെ ഉള്ളത് അറേൻ്റെ സൈസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വേരിയബിൾ യൂസ് ചെയ്തു. അതേമാതിരി തന്നെ ലൂപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്തു. ഈ ഓരോ ലൂപ്പിൻ്റെ ഫസ്റ്റ് നമ്മൾ 0 ആക്കിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഉണ്ടോ, I equal to 0 എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് പ്രിൻറ്റ് ചെയ്തു. ലാസ്റ്റ് ഇത് എന്താ വെച്ചാൽ നമ്മളെ ഒരു ന്യൂ ലൈൻ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് ഓഫ് സ്ലാഷ് എന്ന് കൊടുത്തു. എന്താ വെച്ചാൽ നമ്മളെ ഈ ഒരു ഇത് താഴത്തെ ലൈനിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സം ഓഫ് 1 ഡയമെൻഷണൽ അറേ പറഞ്ഞ C പ്രോഗ്രാം ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാമിൽ 2 ഡയമെൻഷണൽ അറേ എങ്ങനെ സം കാണാമെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.